ഭേദമന്യേ ശബരിമല എന്ന പേരിന് ഒരു വൈകാരിക ഭാവമുണ്ട്. പലപ്പോഴും ശബരിമലയെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന വിവാദങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഗൗരവമായ ചർച്ചകൾക്കും കോടതിയുടെ അടക്കമുള്ള ഇടപെടലുകൾക്കും ഇടവെക്കുന്നതും അതുകൊണ്ടുകൂടിയാണ്. അടുത്തിടെ ശബരിമലയെ സ്വർണ്ണക്കടത്ത് വിവാദമാണ് നമ്മൾ രാഷ്ട്രീയ കേരളത്തിൽ മുഖ്യ ചർച്ചയായത്. അന്വേഷണം നടക്കുന്നു. ഒരുപക്ഷെ ഒരു സർക്കാരിൻ്റെ ഭരണമാറ്റത്തിന് പോലും ഇടവെച്ചത് ശബരിമലയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്ന സാഹചര്യമാണ്. ഒടുവിൽ ശബരിമലയിലെ ക്രമക്കേടുകൾ പലതായി പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചില സൂചനകൾ ഈ മേൽശാന്തി നിയമനം അടക്കമുള്ള അവിടുത്തെ തന്ത്രപ്രധാനമായ ചില ചുമതലകളിലടക്കമുള്ള നിയമനങ്ങളിൽ പോലും ക്രമക്കേട് നടന്നു എന്നതാണ്. എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചില തുറന്നുപറച്ചിലുകളും സൂചനകളുമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത് അതിസുപ്രധാനമായ ചില വാർത്തകളാണ്. ശബരിമലയുടെ വിശുദ്ധിക്കും പരിശുദ്ധിക്കും കാക്കാനുള്ള മുഖ്യ ബാധ്യത അവിടുത്തെ മേൽശാന്തിക്കാണ്. മണ്ഡല മകരവിളക്ക് കാലവും മാസപൂജകളും കഴിഞ്ഞ് തന്ത്രി അടക്കം മലയിറങ്ങുമ്പോഴും പുറപ്പെടാ ശാന്തിമാരായി മേൽശാന്തിമാർ സന്നിധാനത്തുണ്ടാകും. അത്രയ്ക്കും പവിത്രമായ കരങ്ങളിലേക്കാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ കളങ്കിതനായ ഒരാൾ ശബരിമലയിലെ മുഖ്യ കാർമ്മികനായോ എന്ന സംശയമാണ് ഉയരുന്നത്. യോഗ്യതയില്ലാത്ത വ്യക്തി വ്യാജരേഖ ചമച്ച് ആ പരിപാവനമായ ചുമതലയിലേക്ക് വന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. ശബരിമല മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നതിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന ആക്ഷേപത്തെ ഒന്നുകൂടി ശക്തിപ്പെടുന്ന തെളിവുകളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇത് സംബന്ധിച്ച മേൽശാന്തി നിയമനത്തിന് വ്യാജരേഖ ചമച്ചതായുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. നിലവിലെ മേൽശാന്തി ET പ്രസാദ് നമ്പൂതിരി ആ സ്ഥാനത്തിന് അയോഗ്യനാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തെളിവുകൾ സഹിതം ന്യൂസ് 18 പുറത്തുവിടുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭിമുഖത്തിന് ശേഷം നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. മലയാള ബ്രാഹ്മണർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ യോഗ്യത. പൂജാതി കർമ്മങ്ങളിലെ അവഗാഹവും അനുഭവപരിചയവും മാത്രമല്ല, അയ്യപ്പനെ സേവിക്കാനെത്തുന്ന വ്യക്തി യോഗി തുല്യനായിരിക്കണമെന്ന സങ്കല്പത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ചട്ടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ദിവസേന 3 പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്നാണ് പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന്. വ്യക്തി സമർപ്പിക്കുന്ന വിവരങ്ങൾ അതേപടി അംഗീകരിക്കുകയല്ല, ഇഴകീറി പരിശോധിച്ച് പോലീസും വിജിലൻസും നൽകുന്ന ശുപാർശയിലാണ് ഒടുവിൽ നിയമനം നടക്കുന്നത്. സർക്കാർ ജോലിയിലും മറ്റും ഇല്ലാത്ത യോഗ്യത അവകാശപ്പെട്ട് നിയമനം നേടിയെടുത്തത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ശബരിമല മേൽശാന്തി നിയമനത്തിലും ഇത്തരം തട്ടിപ്പ് നടക്കുമോ? നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ദേവസ്വം ബോർഡിന്റെ നിബന്ധന പ്രകാരമുള്ള യോഗ്യതയില്ലാതെയാണ് ശബരിമല മേൽശാന്തിയായത്. ശബരിമല മേൽശാന്തി നിയമനം പൂർണ്ണമായും ദൈവനിയോഗമെന്നാണ് വിശ്വാസം. അപേക്ഷകരിൽ നിന്നും അഭിമുഖം വഴി യോഗ്യത നേടുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് പുതിയ മേൽശാന്തിയെ നിയമിക്കുന്നത്. മാനുഷികമായ ഇടപെടലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും അയ്യപ്പസ്വാമിയുടെ ഇഷ്ടം ഇതിൽ പ്രതിഫലിക്കുന്നുവെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത്. എന്നാൽ ED പ്രസാദിന്റെ നിയമനത്തിൽ പല അട്ടിമറികളും നടന്നെന്നാണ് തെളിവുകൾ. ED പ്രസാദ് നമ്പൂതിരി മാനദണ്ഡമനുസരിച്ച് ശബരിമല മേൽശാന്തിയാകാൻ യോഗ്യനല്ല എന്നതിന്റെ രേഖകളാണിത്. 3 പൂജകളുള്ള ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തി. മേൽശാന്തിയാകാനുള്ള അപേക്ഷയിൽ ED പ്രസാദ് എഴുതി നൽകിയിരിക്കുന്നത് നോക്കുക. 15 വർഷക്കാലത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പരിചയമാണ് വിവരിക്കുന്നത്. ഇതിൽ 2 കാലഘട്ടങ്ങളിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ടുണ്ടെന്നാണ് ED പ്രസാദ് ദേവസ്വം ബോർഡിന് സമർപ്പിച്ച രേഖകളിലുള്ളത്. കൊച്ചി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ 2 തവണ നൽകിയ അനുഭവ പരിചയ റിപ്പോർട്ടിലും ഇത് ശരിവെക്കുന്നു. ED പ്രസാദ് നമ്പൂതിരി മേൽശാന്തി നിയമനത്തിന് യോഗ്യനെന്ന് തോന്നാം. പക്ഷേ ഇനി ഈ രേഖ നോക്കുക. ED പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിലല്ല, കീഴ്ക്കാവിലാണ്. അതായത് ദിവസേന 2 പൂജകൾ മാത്രം നടക്കുന്ന ഉപദേവാലയത്തിൽ. ചോറ്റാനിക്കര ദേവസ്വം അധികൃതർ നൽകിയ വിവരാവകാശ മറുപടിയിൽ ഇത് വ്യക്തമാണ്. അതായത് 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ തുടർച്ചയായി 10 വർഷം മേൽശാന്തിയായിരിക്കണമെന്ന ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രാഥമിക യോഗ്യത അദ്ദേഹത്തിനില്ല. ചോറ്റാനിക്കരയിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഭഗവതി മേൽക്കാവ് ക്ഷേത്രവും 2 ഈ കാണുന്ന കീഴ്ക്കാവ് ക്ഷേത്രവും. ഈ കീഴ്ക്കാവ് ക്ഷേത്രത്തിലാണ് ED പ്രസാദ് നമ്പൂതിരി 2 തവണ മേൽശാന്തിയായിരുന്നിട്ടുള്ളത്. കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ ദിവസേന 2 പൂജകൾ മാത്രമാണുള്ളത്.
പ്രസാദ് നമ്പൂതിരി അപേക്ഷയിൽ എഴുതി നൽകിയിരിക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രമെന്ന് മാത്രമാണ്, കീഴ്ക്കാവെന്ന് ബോധപൂർവം സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റിൽ ഇത് മേൽക്കാവായി മാറുന്നു. അതായത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിൽ പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് അംഗീകരിച്ചു നൽകുന്നു. ചോറ്റാനിക്കര മേൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി പ്രസാദ് സേവനം ചെയ്തെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് വ്യക്തം. അദ്ദേഹം ഇവിടുത്തെ കീഴ്ശാന്തി മാത്രമായിട്ടുള്ളൂ. നമ്മുടെ ശിവൻ, ശാസ്താവ് അങ്ങനെയുള്ളവിടെ മാത്രമായിട്ടുള്ളൂ. കീഴ്ക്കാവിലെ കീഴ്ക്കാവില് ശാസ്താവ്, ശിവൻ. ഞാൻ പറഞ്ഞില്ല വേറെ 3 കീഴ്ശാന്തിമാർ കൂടി ഉണ്ടാവും പറഞ്ഞില്ലേ മേൽക്കാവിലെ കൂടാതെ. ഓക്കെ, അവിടെ മാത്രം അദ്ദേഹം ആയിട്ടുള്ള ആയിട്ടില്ല. അത് കീഴ്ക്കാവിൽ അത് മേൽശാന്തി എന്നാണോ അറിയപ്പെടുന്നത്, അതോ കീഴ്ശാന്തി എന്നാണോ? കീഴ്ശാന്തി. അത് കീഴ്ശാന്തി ആവോളെ. കീഴ്ക്കാവ് ശാന്തിക്കാരാണ്. ഓ, പിന്നെ പക്ഷെ മേൽക്കാവിൽ അദ്ദേഹം മറ്റേ ഇതായിട്ട് വേറെ ഒരു പോസ്റ്റ് വരുന്നിട്ടില്ല അല്ലെ? ഇല്ല. 3 നേരം പൂജയില്ലാത്ത ചോറ്റാനിക്കര കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ 2015 മുതൽ 17 വരെയും 2019 മുതൽ 20 വരെയുള്ള കാലയളവിൽ സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള യോഗ്യതയായി കണക്കാക്കില്ല. കീഴ്ക്കാവ് ക്ഷേത്രത്തിലെ 2016-2019 സേവന കാലയളവ് മേൽക്കാവ് മേൽശാന്തി എന്ന് തിരുത്തി എഴുതിയാണ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചത്. ഇനി ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തി ആകണമെങ്കിൽ പോലും 45 വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് മാനദണ്ഡം. 2015 ED പ്രസാദ് ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തിയായെന്ന വ്യാജരേഖ ഉണ്ടാക്കിയപ്പോൾ ആ പ്രായപരിധിയെക്കുറിച്ച് അപേക്ഷകനും ഈ തിരുമറിക്ക് കൂട്ടുനിന്നവരും ഓർത്തില്ല എന്നതാണ് വസ്തുത. അതായത് 2015 ED പ്രസാദിന് 35 വയസ്സ് മാത്രമാണ് പ്രായം. ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിന് മുൻപ് പരിശോധന നടത്തിയവരും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നവരും ഈ തിരുമറി തിരിച്ചറിയാതെ പോയതാണോ, അതോ ഉന്നത ഇടപെടൽ കാരണം കണ്ണടച്ചതാണോ? ഇതുകൊണ്ടും തീർന്നില്ല പ്രസാദിന്റെ കള്ളക്കളികൾ. 2022 മുതൽ ശബരിമല മേൽശാന്തിയാകുന്നതുവരെയും പ്രസാദ് സേവനം ചെയ്ത തൃശൂർ ആറേശ്വരം ക്ഷേത്രത്തിലെ പൂജകളെ കുറിച്ച് കൂടി അറിയണം. ആറേശ്വരം ക്ഷേത്രത്തിൽ 2 പൂജകളാണ്. രാവിലെ പൂജയും വൈകിട്ട് പൂജയാണ് ഉള്ളത്. സാധാരണ നടക്കുന്ന പൂജ മാത്രമാണുള്ളത്. ഒരു ജനകീയ അമ്പലമായതുകൊണ്ട് രാവിലെ 6 മണിക്ക് തൊട്ട് 10 മണി വരെയും വൈകിട്ട് 6 മണി തൊട്ട് 7 മണി വരെയുമാണ് പൂജ നടക്കാറുള്ളത്. നിവേദ്യം അമ്പലത്തിൽ നിവേദ്യം പൂജ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിവേദ്യം കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ മറ്റു അമ്പലങ്ങളിൽ വലിയ അമ്പലങ്ങളിലെ മാതിരിയുള്ള നിവേദ്യ പൂജകൾ അങ്ങനെ അല്ല നമ്മുടെ അമ്പലത്തിലുള്ളത്. 2 പൂജകൾ മാത്രമുള്ള ആറേശ്വരം ക്ഷേത്രത്തിൽ പ്രസാദ് സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള മാനദണ്ഡം പൂർണ്ണമായും ലംഘിക്കുന്നതാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ച് മേൽശാന്തി ചുമതലയിലെത്താൻ ED പ്രസാദിന് CPMന്റെ സഹായമുണ്ടായോ എന്നതാണ് പ്രധാന ചോദ്യം. അതിനാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? ദേവസ്വം അധികൃതരുടെ ഒത്താശ ഉണ്ടായിട്ടുണ്ടോ? പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18.